പണ്ടിവിടെ ഭരിച്ചിരുന്നത് രാജാക്കന്മാരായിരുന്നു. അതുപോലെ ഒരു രാജാവായിരുന്നു മഹാബലി. അസുരവംശജനാണെങ്കിലും അദ്ദേഹം നല്ല രാജാവാണ്. മഹാബലിയുടെ ഭരണത്തിൽ മറ്റ് രാജാക്കന്മാർക്കും ദേവന്മാർക്കും വലിയ അസൂയായിരുന്നു. തങ്ങളുടെ സ്വർഗരാജ്യം കൈവിട്ടു പോകുമെന്ന് ഭയന്ന ദേവന്മാർ വിഷ്ണു ഭഗവാനോട് അപേക്ഷിച്ചു. വിഷ്ണു ഭഗവാൻ മഹാബലിയെ എങ്ങനെ ഇല്ലാതാക്കുമെന്ന് ആലോചിച്ച് ഭൂമിയിലേക്ക് പോയി. വരൂ ബ്രാഹ്മണമാല, താങ്കൾക്ക് എന്റെ യാഗശാലയിലേക്ക് സ്വാഗതം. അകത്തേക്ക് വന്നാൽ ഭക്ഷണം വേണമെങ്കിൽ ഭോജശാലയിലേക്ക് പോകാം. പിന്നെ ബാല, എന്താണ് വേണ്ടത്? എനിക്കിരുന്ന് പ്രാർത്ഥിക്കാൻ 3 അടി മണ്ണു തരാൻ സാധിക്കുമോ അങ്ങേക്ക്? ബാല, ഇത് മഹാബലിയുടെ നാടാണ്. 3 അടി മണ്ണ് മാത്രം മതിയോ? എന്ത് വേണമെങ്കിലും ചോദിച്ചുകൊള്ളൂ, അത് നമുക്ക് തരുവാൻ സാധിക്കും. 3 അടി മണ്ണ് മാത്രം മതി എനിക്ക്. അസുരഗുരുവായ ശുക്രാചാര്യരെ, ഈ ബാലൻ 3 അടി മണ്ണ് വേണമെന്ന ആവശ്യം എന്റെ മുന്നിൽ ഉന്നയിച്ചിരിക്കുന്നു. വേറെ ഒന്നും വേണ്ടതാനും. പാവം, മഹാബലിയെക്കുറിച്ച് ഇവൻ കേട്ടു കാണില്ല, അതാണ് ഒന്നും ചോദിക്കാത്തത്. അരുത് രാജാവേ, ആ ബാലന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കരുത്. ഇതിനു പിന്നിൽ വലിയൊരു ചതിയുണ്ട്. ഗുരു, അങ്ങേക്ക് എന്തു പറ്റി? ഈ ബാലൻ എനിക്ക് എന്ത് ദ്രോഹം ചെയ്യാനാണ്? ആരെവിടെ? ഈ ബാലൻ ആവശ്യപ്പെടുന്ന സ്ഥലത്ത് 3 അടി മണ്ണ് അളന്നു കൊടുക്കൂ. അരുത്, ഞാൻ എന്റെ പാദം കൊണ്ട് 3 അടി അളന്നെടുത്തുകൊള്ളാം. ശരി, അങ്ങനെയാവട്ടെ. ആ ചെറിയ ബാലൻ ഭീമാകാരനായി വളർന്നു. 1 അടി കൊണ്ട് സ്വർഗവും 2ാമത്തെ അടിയിൽ ഭൂമിയും നരകവും അളന്നു. വിഷ്ണു ഭഗവാൻ വേഷം മാറി വന്നതാണ് ഈ മഹാബലിയെ ഇല്ലാതാക്കാൻ. 3ാമത്തെ അടി എവിടെ വയ്ക്കും രാജാവേ? എന്റെ പ്രജകളെ ഇടയ്ക്ക് വന്ന് കാണുവാൻ സാധിക്കുമോ പ്രഭോ? എനിക്ക് ചിങ്ങമാസത്തിലെ തിരുവോണ ദിവസം വന്ന് പ്രജകളെ കണ്ടോളൂ. അങ്ങനെ മഹാബലി നമ്മളെ കാണാൻ വരുന്ന ദിവസമാണ് ഓണം. അത്തം മുതൽ 10 ദിവസം വീടിന് മുന്നിൽ പൂക്കളൊരുക്കി നമ്മൾ മാവേലിയെ വരവേൽക്കും. തിരുവോണ ദിവസം സദ്യ ഒരുക്കി നിലവിളക്ക് കത്തിച്ച് ഇലയിൽ വിളമ്പി നമ്മൾ അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്യും.